ഈ കൂർക്കം വലിക്കാൻ ഉറങ്ങാനും പറ്റുന്നില്ലല്ലോ. എന്തായാലും തവള ഫ്രൈ ഒക്കെ സൂപ്പർ ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു തവള ഫ്രൈ. നല്ല സുഖം കിടന്ന് ഉറങ്ങാനുണ്ട്. തവള ഫ്രൈ ഒക്കെ വയറ് നിറച്ച് കഴിച്ചോണ്ട് നല്ല ഉറക്കം വരുന്നത്. പിന്നെ ഇപ്പൊ കൂർക്കം വലിച്ചാലും വേണ്ടില്ല ഇവര് കിടന്നുറങ്ങാം. അയ്യോ, രാത്രിയായി, ദാഹിക്കുന്നില്ലോ. അടുക്കള പോയി വെള്ളം കുടിച്ചിട്ട് വരാം. ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം കുടിക്കണോ? പനി എന്നെ പിടിക്കൂ. നല്ല മണം വരുന്നില്ല. ആ പാലപ്പൂവിൻ്റെ മണം വരുന്നേ. എന്ത് നല്ല മണം അത്. കുറച്ച് പാലപ്പൂ എടുത്തോണ്ട് വന്നാലോ പോയി. ഒരുപാട് ദൂരെയൊന്നും പോകണ്ടല്ലോ. ഞാൻ പോയതിന് കുറച്ച് പൂ എടുത്തോണ്ട് വരാം. നല്ല രസമായിരിക്കും. ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല മണം കൂടുതൽ കിട്ടും. ഇന്നലെ രാത്രി പിന്നെ അമ്മണിയോട് അവിടെ തവളെ പിടിക്കാൻ പോയോണ്ട് പിന്നെ കണ്ടെത്തി പോകാൻ പിന്നെ പേടിയൊന്നും വരുന്നില്ല. ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയിട്ട് വരാം. വാവ്, സൂപ്പർ. പൂത്തൊളിഞ്ഞ് നിൽക്കുന്നുണ്ടല്ലേ. എന്തൊരു മണം ഇത്. രാത്രി ഇങ്ങോട്ട് കാക്കയൊക്കെ അറിയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. കുറച്ച് പൂ എന്തായാലും പറിച്ചോണ്ട് പോകാം വീട്ടിലോട്ട്. അയ്യോ, ആരാ ചിരിക്കുന്നത്? നീ എന്തിനിവിടെ വന്നു? എന്തിനെന്റെ പൂ പറിച്ചു? അയ്യോ, ഇതാരാ ഈ മൊട്ട? നീ എന്നെ മൊട്ടയെന്ന് വിളിച്ച് കളിയാക്കിയോ? ഞാൻ മൊട്ടയാൻ കാരണക്കാരി നീ തന്നെ. അയ്യോ, ഞാൻ എന്താ ചെയ്തത്? നീയല്ലേ എന്റെ മുടി എന്തിനാ എടുത്തോണ്ട് പോയത്? അയ്യോ, നിങ്ങളുടെ മുടിയായിരുന്നു അത്. സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനി ആരെങ്കിലും ഇവിടെ വേണ്ടാന്ന് വെച്ചേക്ക് വരിക്കുന്നത്. ഞാൻ ഇന്ന് തന്നെ കൊണ്ടുതരാം നിങ്ങൾക്ക്. എന്തിന്? ഞാനങ്ങനെ മറ്റൊരാൾ ഉപയോഗിച്ച സാധനം പിന്നെ ഉപയോഗിക്കാറില്ല. എനിക്കിനി വേണ്ട ആ മുടി. എന്റെ മുടി തന്നെ വളർന്നോട്ടെ. ഇനി കുറെ നാളെടുക്കും, പക്ഷെ വളർന്നോട്ടെ. പക്ഷെ അതിന്റെ മൊത്തം ശിക്ഷ നിനക്കായിരിക്കും കിട്ടുന്നത്. അയ്യോ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ എന്റെ മുടി മാത്രമാണ് എടുത്തത്. പോരാത്തതിന് എന്റെ പാലപ്പൂ മോഷ്ടിച്ചല്ലേ. എന്തിനാ നീ എന്റെ പാലമരത്തിൽ കയറി എന്റെ പൂ പറിച്ചത്? നല്ല മണമുള്ള പൂവായിട്ടാ ഞാൻ പറിച്ചത്. സോറി. നിനക്ക് ഞാൻ കാണിച്ചു തരാം. അയ്യോ, എന്താ എന്റെ ദേഹത്ത് കയറിയത്? അയ്യോ അയ്യോ, അവനെവിടെ പോയി? ഇവിടെ നിന്ന സ്ത്രീ എവിടെ പോയി? എനിക്കെന്താ സംഭവിച്ചില്ല ഇപ്പോ? അയ്യോ, എനിപ്പോ പെട്ടെന്ന് വീട്ടിലോട്ട് പോകാം. എന്തൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് എനിക്കൊന്നും പക്ഷെ ഓർമ്മ വരുന്നില്ല. അയ്യോ, എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് പോകാം. ഇതെന്നാലും എന്തോ ഉറപ്പാ മോളെ, ഇത് 10 മണിയായല്ലോ സമയം. അവൾക്ക് നീ ബ്യൂട്ടി പാർലർ ഒന്നും പോകണ്ട ഇന്ന്. കണ്ടില്ലേ അച്ഛാ, അമ്മ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നത്? ഇന്ന് സൺഡേ ഒന്നും അല്ലല്ലോ. പിന്നെ സാധാരണ സൺഡേ ആയ ദിവസമാണെങ്കിൽ ഒരു 8-9 മണി വരെ കിടന്നുറങ്ങും. ഇന്നാണെങ്കിൽ സൺഡേ അല്ലല്ലോ, ഇന്ന് മൺഡേ അല്ലേ. ഇന്ന് പോകണ്ടേ അമ്മയ്ക്ക് ബ്യൂട്ടി പാർലറിൽ? അവളെ ഞാൻ എപ്പോ തൊട്ട് വിളിക്കാൻ മതി. എന്നിട്ട് അവള് അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും. എന്നിട്ട് പിന്നെ കിടന്നുറങ്ങും. അല്ലാതെ അവളെ എഴുന്നേക്കുന്നില്ല. ഇന്നെന്താ ബ്രൈഡൽ വർക്ക് ഉണ്ടെന്ന് അവൾ എന്നോട് പറഞ്ഞത് ബ്യൂട്ടി പാർലറിൽ. പക്ഷെ അവളെ എന്നിട്ട് പോകണില്ല. എന്നിട്ട് എന്തോ പെണ്ണെ, പേടിച്ചു പോയല്ലോ. ചെവിയുടെ കീഴിൽ കിടന്നോ പടക്കം പൊട്ടിക്കുന്നത്? നീ പടക്കം പൊട്ടിക്കുന്നത് അതല്ല എന്നെ കിടന്ന് വിളിച്ചത് അമ്മേന്ന്. ചെവിയുടെ കീഴിൽ കിടന്നുണ്ട്. എടി, അമ്മണി അങ്ങനെ വിളിച്ചാൽ ഒരു തെറ്റുമില്ല. നിന്നെ ഞാൻ എപ്പോ തൊട്ട് വിളിക്കാം പതുക്കെ. നീ എന്നിട്ട് എഴുന്നേക്കുന്നുണ്ടോ? ഇപ്പൊ അങ്ങനെ അമ്മണി വിളിച്ചോണ്ടാ നീ എഴുന്നേറ്റ് ഇപ്പോഴെങ്കിലും? ഞാനൊക്കെ ഉറങ്ങിപ്പോയി ചേട്ടാ. എനിക്കും വരുന്നുണ്ട് നല്ല പാലപ്പൂവിന്റെ മണം. ഉണ്ട്, എനിക്കുണ്ട് ഇപ്പൊ. പിന്നെ ഞാൻ ടി വി ഒന്നും ഓണാക്കിയില്ല. പിന്നെ എവിടാ പാട്ട് കേട്ടത്? സൂപ്പർ പാട്ടാ കേട്ടതല്ലേ? നീ അങ്ങോട്ട് മാറിയതേ. എങ്ങനെയുണ്ട് എന്റെ പാട്ട്? ഡാൻസും പാട്ട്
അതിനെന്താ മോളെ, ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമില്ലേ? അവള് താമസം എഴുന്നേറ്റാലല്ല, നേരത്തെ നല്ലൊരു ഡാൻസും പാട്ടും പറ്റി ഇപ്പൊ കാഴ്ച വെച്ചത്. ചേട്ടൻ നമുക്കിനി മുറ്റത്തോട്ട് പോകാം. മുറ്റത്തോട്ടോ? ഏയ് അത് വേണ്ടടി, ആൾക്കാർ കാണും ചുമ്മാ ഡാൻസ് ചെയ്യുന്നത്, നിനക്ക് ഇനി വട്ടാന്ന് വിചാരിക്കും. ആ അത് ശരിയാ, വേണ്ട വേണ്ട, മുറ്റത്തിറങ്ങേണ്ടതുണ്ട്. എന്നാലും മുറ്റത്തോട്ട് പോവാ, വേറെ ആവശ്യത്തിനാ. ആഹാ, വേറെ കാര്യത്തിനോ? എന്നാ മാമാ. ഇതെന്താ അമ്മേ, അമ്മയുടെ ചിരി ഇതുവരെ മാറിയില്ലേ? ഇതിന് ചുമ്മാ ചിരിക്കുന്നതിനാ? ആ, അവള് നേരത്തെ ഡാൻസ് കളിച്ച് നോക്കി ചിരിക്കുമായിരിക്കും. ആ ശരിയാ. എന്തിനാടി ഈ മുറ്റത്തോട്ട് വരാൻ പറഞ്ഞത്? ചേട്ടാ ഈ നിൽക്കുന്ന മരം ഏതാ? അത് പ്ലാവാന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ? അമ്മ ഇത്ര നാൾ ഇവിടെ ജീവിച്ചത്. ഇത് പ്ലാവല്ലേ, ഞാൻ ഇതിന്റെ മോളിൽ കയറട്ടെ. ഇപ്പൊ എന്തിനാടി വെറുതെ കയറുന്ന മുകളില്? ചക്കയൊന്നും ഇല്ലല്ലോ അതിനകത്ത്, ചക്കയുടെ സീസൺ ടൈം അല്ല ഇപ്പം. എന്നാലും ഒരു രസം. അച്ഛാ, കളി കാര്യമായോ? അവക്ക് ശരിക്കും വട്ടമൊന്നു മോളെ. അറിയത്തില്ല അച്ഛാ. അച്ഛാ, ദാ അമ്മ മോളിൽ കയറി ഡാൻസ് ചെയ്യുന്നു. മോളെ, അവക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്റെ ഡാൻസ്? എടി, നീ ഇങ്ങോട്ട് വരേക്ക് ഇറങ്ങി വരുന്നുണ്ട്, നീ എന്താ വട്ടത്തിനെ കാണിക്കുന്നത്? എങ്ങനെയുണ്ട് എന്റെ ഡാൻസ്? കഷ്ടം, ഇത് എപ്പോ തുടങ്ങിയത് ഈ അസുഖം? ഓ, ഞാൻ നേരെ ഗൾഫിലോട്ട് വിടുവോ? ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. അച്ഛാ, അച്ഛനോട് ഗൾഫിലോട്ട് എനിക്കോട് വിസ ഉണ്ടെങ്കിൽ എടുത്താ ഞാനോട് വരാം അച്ഛനോട്. അയ്യോ, എനിക്ക് വയ്യ, നാളെ കെട്ടിട്ട് വയ്യ, ഈ നാട്ടുകാർ മൊത്തം കളിയാക്കും ഇനി. എടി, ഇനിയെങ്കിലും നീ ഒന്ന് താഴെ ഇറങ്ങടി. എല്ലാരും അഭിപ്രായം പറ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഡാൻസും പാട്ടും? അയ്യോ, എന്താ എന്താ എനിക്ക് പറ്റിയത്? ചേട്ടാ, എന്താ ഏട്ടാ ഇവിടെ സംഭവിച്ചത്? എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചിട്ട്? ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ ഇപ്പൊ ചെയ്യുന്നത്. ഇതെന്താ നിങ്ങൾ ആരും ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എനിക്കറിയത്തില്ല ദാമോദരൻ ചേട്ടാ. എല്ലാരും കാഴ്ച കണ്ടു നിന്നു മതി. എല്ലാരും പിരിഞ്ഞു പോകാനല്ലേ പറഞ്ഞ എല്ലാവരോടും. കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യ പറഞ്ഞത് മനസ്സിലാക്കുക, കാര്യങ്ങളൊക്കെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു നോക്ക് കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല. ഇപ്പൊ ഈ നാട്ടുകാർ മൊത്തം കണ്ട് ഡാൻസ് ചെയ്തില്ലേ, ഇവർക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട് കേട്ടോ. ഇവളാദ്യം വീടിനകത്ത് നിന്ന് ഡാൻസ് ചെയ്തപ്പോ ഞാൻ സന്തോഷിച്ചു. ഇപ്പൊ ഇങ്ങനെ ആക്കി കളഞ്ഞില്ല, നാളും കെട്ട് നാറി. നീ എന്തോ ഈ കാണിക്കുന്നത്? നിനക്ക് ബോധമുണ്ടോടി? ചേട്ടാ, അതന്നെ ഞാൻ പറഞ്ഞത്, എനിക്ക് അറിയത്തില്ല എന്തോ സംഭവിക്കുന്നതെന്നൊന്നും. അമ്മ തൽക്കാലം വീടിനകത്തോട്ട് കയറാൻ നോക്ക്, പുറത്ത്